ഒരു മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനു മുകളിൽ നിന്ന് നിരാശയോടെ ഇറങ്ങി വരുന്നുണ്ട്. എന്തായി മനു ഏട്ടാ എന്ന് ബബിത ചോദിക്കും. എന്താവാ മക്കളെ, ഒരു ഇഞ്ചിന് പോലും അച്ഛൻ താഴ്ന്നില്ല, അമ്മയും താഴ്ന്നില്ല, എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്ന് പറയും. അങ്ങനെ വൈജയന്തി മുറിയിൽ നിന്ന് ഇറങ്ങി വരും. നീയല്ല അവളെ കൊണ്ടുവന്നത്, നീ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയും. എൻ്റെ പൊന്നാൻറ്റി, എന്നെ ഒന്ന് വെറുതെ വിട്, ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടുവന്നെന്നുള്ളത് സത്യമാണ്. അല്ലാതെ എനിക്കിതിൽ നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ എനിക്ക് ഒരു പങ്കുമില്ലല്ലോ. ഒരാൾ പോകണ്ടെന്നും ഒരാൾ പോകണമെന്നും പറയും. ഇനി എന്തായാലും അലീനയുടെ പക്ഷം കൂടെ ഞാനൊന്ന് നോക്കട്ടെ, ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോകുന്നു മനു. അവിടെ ചെല്ലുമ്പോൾ കിച്ചണിലൊന്നും ആരെയും കാണില്ല. അപ്പം അലീന എന്ന് വിളിക്കുന്നുണ്ട്. ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കായാലും കാണാമല്ലോ. നോക്കിയപ്പോൾ ഒരു മൂലയിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി തല ചാച്ചി ഇങ്ങനെ എടുക്കണ്. മനു ഓടി ചെല്ലും അങ്ങോട്ട്. എന്താ നിനക്ക് പറ്റിയ മനു, എന്താ നിന്നെ ആരും വഴക്ക് പറഞ്ഞോ നോക്കും. അലീനയുടെ കോലം കണ്ടപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായ പോലെ മുഖം കണ്ടിട്ട്, എന്താ പറ്റിയേ, നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ, നിന്നെ അടിച്ചോ, ഉപദ്രവിച്ചോ? അപ്പോൾ എനിക്ക് എന്ന് പറയും. അങ്ങനെ മനു പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കണം. സ്വയം എണിക്കാൻ പോലും ആവതില്ല അലീനയ്ക്ക്. വീഴാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ മനു പിടിച്ചെഴുന്നേൽപ്പിക്കും. എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല മനു ഏട്ടാ, എന്നോട് ഇവിടെ നിന്ന് പോകാൻ പറയരുതെന്ന് പറയും. നീ എന്താ പോകാത്തത്? രാവിലെ നീ പോകുമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും. അങ്കിളുടെ മുറിയിലേക്ക് താക്കോൽ അടിക്കാൻ പോയതിന് ശേഷമുള്ള നിനക്ക് ഈ മാറ്റം ഉണ്ടായത്? അങ്കിൾ നിന്നെ ഭീഷണിപ്പെടുത്തിയോ, വഴക്ക് പറഞ്ഞോ, കൊല്ലുമെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കും. ഒന്നുമില്ല മനുവേട്ടാ, എനിക്ക് ഒന്നും വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം, എന്നോട് പോകാൻ മാത്രം പറയരുതെന്ന് പറഞ്ഞ് അലീന അവിടെ കിടന്ന് കരയും. മനുവിന് പിന്നെ ഒന്നും ചെയ്യാനില്ല, ചോദിക്കാനും ഇല്ല, അവളൊന്നും പറയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി. മുത്തശ്ശി ചോദിക്കുന്നത് എന്തായി മോനേന്ന് ചോദിക്കും. എന്താവാൻ, മുത്തശ്ശി പണ്ട് എനിക്കൊരു പഴഞ്ചൊല്ല് പറഞ്ഞു തന്നിട്ടില്ലേ, അത് ഞാൻ തിരിച്ച് പറയുന്നു. എന്തായാലും വൈജയന്തി പോക്കരും ബാലേന്ദ്രൻ പോക്കരും തമ്മിൽ യുദ്ധമാണ്. ആരെങ്കിലും ഒരാൾ വീഴുന്നത് വരെ ഉണ്ടാവും. എന്തൊരു കഷ്ടമാണ്. അവൻ എന്തിൻ്റെ കേടാണ്? അവനെ അവളെ പറഞ്ഞയച്ചൂടെ? അല്ലെങ്കിൽ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞോടത്ത് പിന്നെ ആ ജോലിക്കാരിനെ പിടിച്ച് നിർത്തേണ്ട കാര്യമുണ്ടോ? മുത്തശ്ശിക്ക് ഇപ്പോൾ ചപ്ര മഞ്ചക്കാട്ടിലിൽ കാല് നിർത്തി വെച്ചിരുന്നാൽ മതിയല്ലോ. മറ്റുള്ളൊന്നും അന്വേഷിക്കുന്നില്ല. അവൾ 80 വയസ്സായി, അവളാണെങ്കിൽ 23 വയസ്സായ ഒരു പെൺകുട്ടീന്. അവൾക്ക് ജീവനിൽ കൊതിയുണ്ടാവും. ചിലപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അല്ല കാറെടുപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്താണെന്ന് അറിയില്ലല്ലോ, എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന് അറിയില്ലല്ലോ എന്ന് പറയും. ശോ, എന്തൊരു കഷ്ടമാണെന്ന് പറയും. ഞാനിവിടുന്ന് പോകണം, എനിക്ക് മതിയായി എന്ന് പറഞ്ഞ് മനു താഴത്തേക്ക് ഇറങ്ങി നേരെ കാറിലേക്ക് കയറിനേക്കാൾ മുന്നേ മുകളിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ ബാലേന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ടാവും. മനു പോകുന്നത് നോക്കി മനു നോക്കുന്ന കണ്ടപ്പോൾ ബാലേന്ദ്രൻ നോട്ടം തിരിക്കും. അങ്ങനെ മനു കാറിൽ കയറി പോകും, ബാലേന്ദ്രനകത്തേക്കും പോകും. അങ്ങനെ മനു കൊല്ലപ്പള്ളിയിൽ വീട്ടിലെത്തും. കാറിൻ്റെ ശബ്ദം കേട്ടിട്ടും എനിക്കൊന്നും കേൾക്കണില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈദ്യരെ സഹോദരൻ രാജീവൻ കോണിപ്പടി ഇറങ്ങി വരും. കമലയും വരുന്നുണ്ട്. കാറിൻ്റെ ശബ്ദം കേട്ടു, മനു വന്നെന്ന് തോന്നണമെന്ന് പറയും. മനു ആണെങ്കിൽ വല്ലാത്ത ക്ഷീണവും നിരാശയൊക്കെ കൊണ്ട് കാറിൽ തന്നെ ഇരിക്കുന്നു. എന്നിട്ട് വീണ്ടും വീട്ടിലേക്ക് കയറി വരും. എന്തായിടാ നീ, ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് പോയിട്ട് ശരിയായോ എന്നറിയും. എവിടെ ശരിയാവാൻ, ഒന്നും ശരിയാവുന്ന ലക്ഷണമൊന്നുമില്ല. അലീന എന്ത് പറയണമെന്നറിയും. അവൾ രാവിലെ വരെ പോകാൻ തയ്യാറായതിന് താക്കോൽ മേടിക്കാൻ പോയതിന് ശേഷം എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവൾ പോകാൻ കൂട്ടാക്കുന്നില്ല, വെറും കരച്ചിലാണെന്ന് പറയും. അവൻ പേടിപ്പിച്ചിട്ടുണ്ടാവും, കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്തെങ്കിലും. അങ്കിൾ അങ്ങനെ പറയുന്ന ഒരാളല്ല എന്ന് മനു പറയും. ആര് പറഞ്ഞു? അങ്ങനെ പറഞ്ഞ ഏതൊരാളും പേടിക്കും, അതായിരിക്കും അവിടെയും സംഭവിച്ചിട്ടുണ്ടാവുകയെന്ന് പറയും. ചെറിയച്ച, അവരുടെ ഇടയിലേക്ക് ചെറിയച്ചൻ പോയി പ്രശ്നം ഉണ്ടാക്കണ്ട. ചെറിയച്ചന് തിരിച്ചു പോകാനുള്ളതല്ലേ, അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ തീർക്കട്ടെ. ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗവും കാണില്ല. നീ എന്നെ ഉപദേശിക്കൊന്നും വേണ്ട. ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തീർത്തിട്ട് തന്നെ പോകുള്ളൂ എന്ന് പറയും. വൈജയ് എന്ത് പറയുന്നതെന്ന് ചോദിക്കും. വൈജയ് എന്ത് പറയാൻ, വൈജയും അമ്പിനും ബില്ലിനും വിടില്ലല്ലോ. അത് എന്താ എനിക്ക് തോന്നുന്നത്, ഗംഗാധരൻ അങ്കിളിന് എല്ലാ സത്യവും അറിയാമെന്ന് തോന്നുന്നുണ്ട്, അതാണ് സംഭവം എന്നിങ്ങനെ പറയുന്നു. അല്ലാതെ അങ്കിൾ അതാണ് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടത്, എന്തൊക്കെയോ ഉണ്ടെന്ന് പറയും. ഒന്നുമില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നു രാജീവൻ. എനിക്കറിയാം വേണ്ടത് ചെയ്യാമെന്ന് പറയും. അങ്ങനെ മനു നേരെ ദേഷ്യത്തോടെ അകത്തേക്കും പോവും. അതിനുശേഷം വീണ്ടും അലീനനെ കാണിക്കുന്നത്. അലീന ഇങ്ങനെ നിരാശയോടെ കിടക്കണം. പെട്ടെന്ന് ബെല്ലടി കേൾക്കും. 1 അല്ല 2 അല്ല 3 അടി കിട്ടും. അങ്ങനെ അലീന പതുക്കൻ എഴുന്നേൽക്കും. എഴുന്നേറ്റിട്ട് വീണിട്ട് വീണ്ടും എഴുന്നേൽക്കും.
എന്നിട്ട് കോണിപ്പടി കയറാൻ ഇങ്ങനെ പതുക്കനെ ഇങ്ങനെ ആഞ്ഞ് നിൽക്കണ്. ആ സമയത്ത് വൈജയന്തി അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പം അലീന അവിടെ നിൽക്കും. സത്യം പറയും, നിന്നെ എന്ത് ബാലേന്ദ്രൻ പറഞ്ഞത്? ഒന്നും പറയാണ്ട് നീ ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കില്ല, നീ ഇങ്ങനെ കരയില്ല. പറയും, ഇന്നലെ എന്താ അവിടെ ഉണ്ടായേന്ന് ചോദിക്കും. നിന്നെ എന്താ പറഞ്ഞേ? ഭീഷണിപ്പെടുത്തിയോ? പോണ്ടാന്ന് പറഞ്ഞു എന്ന് മാത്രം അലീന പറയുള്ളൂ. അത് മാത്രമല്ല, വേറെ എന്തോ ഉണ്ട്, നീ മറച്ചു വയ്ക്കണമെന്ന് പറയും. ഒന്നുമില്ല മാഡം, എനിക്കൊന്നും വേണ്ട, എനിക്ക് ശമ്പളവും വേണ്ട. ഞാനിവിടെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ജീവിക്കണതെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാനിവിടെ എവിടെയെങ്കിലും ഒതുങ്ങി കൂടിക്കോളാം, എന്നെ പറഞ്ഞയക്കരുത്. ആ സമയത്ത് മുകളിൽ നിന്ന് ബാലേന്ദ്രൻ വിളിക്കും, അലീന, നിന്നെ ഞാൻ എത്ര നേരമായി വിളിക്കുന്നത്? നീ ബെല്ലടിക്കുന്നത് കേട്ടില്ലേ എന്ന് ചോദിക്കും. അപ്പം ദേഷ്യപ്പെടുന്നിങ്ങനെ അലീനോട് ബാലചന്ദ്രൻ. അലീന അപ്പോൾ വൈജയന്തിയുടെ മുഖത്ത് വയ്ക്കും. പതുക്കനെ കോണിപ്പടി കയറണ്. വൈജയന്തി ഇതിങ്ങനെ നിട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ വൈജയന്തി അലീനോട് പറയും, നിന്നെ പറഞ്ഞ ബാലേന്ദ്രനല്ല, ഏത് ദേവേന്ദ്രൻ പറഞ്ഞാലും നിന്നെ ഞാനിവിടെ നിന്ന് പറഞ്ഞയക്കും. മാത്രമല്ല, നിന്നെ പറഞ്ഞയച്ചതിന് ശേഷം എന്നെ ബാലേന്ദ്രൻ വെടിവെച്ച് കൊല്ലായിരിക്കും. കൊന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. എന്നാലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് ജയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് വൈജയന്തി ഇങ്ങനെ വാശിയോടെ നിൽക്കുന്നതാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പ്രൊമോയിൽ കാണിക്കുന്നത് ബാലചന്ദ്രനല്ല, നമ്മുടെ അലീനനെ രാജീവനും അതുപോലെ തന്നെ രാജീവൻ്റെ നമ്മുടെ ശത്രു, അതായത് രോഹിത്തും അതുപോലെ തന്നെ ബബിതയും പിന്നെ ഹരിശങ്കറും കൂടി പിടിച്ച് വലിച്ചു കൊണ്ടുപോകണം. രാജീവൻ പിടിച്ചു വലിക്കണേക്കില്ല, ബാക്കി എല്ലാവരും കൂടെ പിടിച്ച് വലിച്ച് റോട്ടിൽ കൊണ്ട് നട തള്ളണ്. അപ്പോൾ ആ സമയത്ത് റോട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. എന്താ നിങ്ങൾ എന്തേ ഈ പെൺകുട്ടിയോട് ചെയ്യുന്നത്? ഇവൾ പെൺകുട്ടിയൊന്നുമല്ല, ഇവൾ പിശാചിന്, കുടുംബം കലക്കാൻ വന്നിട്ടുള്ള പിശാചിന് എന്ന് പറയും. ഇറങ്ങിപ്പോക്കോടി, ഇനി എൻ്റെ വീട്ടിൽ നിന്നെ കണ്ടുപോകരുതെന്ന് പറയും. അപ്പോൾ അലീന എന്നെ പറയുന്നത്, ഞാൻ പൊക്കോളാം, ഞാൻ നല്ല വിഷമത്തോടെയാണ് പോണ്, എന്നെ ഓർത്തല്ല നിങ്ങളെ ഓർത്തിട്ടെന്ന് പറയും. ഞങ്ങൾ സഹിച്ചോളാം എന്ന് പറയും. അലീന ബാഗൊക്കെ എടുത്ത് കരഞ്ഞുകൊണ്ട് നേരെ നടന്നു പോകണം. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഭയങ്കര സന്തോഷം, അങ്ങനെ മാരൻ ഒഴിഞ്ഞു കിട്ടിയല്ലോ. അങ്ങനെ അവരെല്ലാവരും സഹോദരൻ്റെ മോനും മോളും ഒക്കെ കൂടി നിന്ന് ചിരിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ബബിതൊരു കാഴ്ച കാണും. ദേ അച്ഛൻ എന്ന് പറയും. അപ്പോൾ ബാഗും ട്രോളിയും എല്ലാമായിട്ട് ഇങ്ങനെ ഉന്തിത്തള്ളി വരുന്നു. കൃഷ്ണമോള് പിന്നാലെ പോകല്ലച്ചാ എന്ന് പറഞ്ഞ് പിന്നാലെ വരുന്നുണ്ട്. കൃഷ്ണമോളെ പിടിച്ച് മാറ്റിയിട്ട് ബാലേന്ദ്രൻ കാറിൽ കയറും. തോണ പോക്കിൽ നമ്മുടെ രാജീവൻ്റെ മേത്ത് കൂടെ കാർ കയറ്റാൻ നോക്കുന്നുണ്ട്. രാജീവനെ പെട്ടെന്ന് കൊച്ചച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹരിശങ്കർ പിടിച്ച് വലിക്കുന്നത് കൊണ്ട് കാറ് മേത്ത് കൂടെ കയറിയില്ല. വൈജയന്തി എനിക്ക് ഷോക്കേറ്റ പോലെ നിൽക്കണം, ഒട്ടും പ്രതീക്ഷിച്ചില്ല ബാലചന്ദ്രൻ വീട് വിട്ടിറങ്ങി പോകുന്നുള്ള കാര്യം. ഇപ്പോൾ വീണ്ടും വൈജയന്തി തോറ്റ പോലെ ആവണം. അലീനനെ പറഞ്ഞയച്ച സന്തോഷം മിനിറ്റുകൾക്കകം അങ്ങോട്ട് അവസാനിക്കുന്നു ചെയ്യുന്നത്. എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഇങ്ങനെ ആകെ ഞെട്ടി വെളുത്ത് നിൽക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെയും പ്രൊമോയുടെയും അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.